ഡോക്ടർ ഇന്നലെ ഒരു കേസ് വന്നിരുന്നു. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ പല്ല് വെക്കണം എന്നാണ്. പക്ഷേ ഡോക്ടർ നോക്കിയിട്ട് അവർക്ക് പുറകിലും കൂടെ പല്ല് വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഫ്രണ്ടിൽ മാത്രമായിട്ട് പല്ല് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോഴും വരുന്ന കൺസേൺ ആണ്, ഫ്രണ്ടിലെ പല്ല് മാത്രം വെച്ചാൽ പോരെ, അത് മാത്രമല്ലേ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോഴോ മാത്രം കാണുക, ബാക്കിലെ പല്ല് കാണില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ പുറകിലത്തെ പോയ പല്ലുകൾ വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും എന്തിനാണ് ഡോക്ടറെ ബാക്കിലത്തെ പല്ല് വെക്കുന്നത്? പുറകിലത്തെ പല്ലുകൾക്ക് രണ്ട് ഉപയോഗങ്ങളായിട്ട് മെയിനായിട്ടുള്ളത്. ആദ്യത്തേത് ദഹനം. വായിൽ ഭക്ഷണം നന്നായി ചവച്ചരച്ച് ചെറിയ കണികകളാക്കിയാൽ മാത്രമേ വയറിൽ അതിൻ്റെ ദഹനം കംപ്ലീറ്റ് ആവുകയുള്ളൂ. വായിലാണ് ഷുഗർ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അമൈലേസ് എന്ന എൻസൈം ഉള്ളത്. ഇതിന് പ്രവർത്തിക്കണമെങ്കിൽ ഭക്ഷണം നന്നായി ചവച്ചരച്ച് ചെറിയ കണികകളാക്കണം. ഇതിന് ഏറ്റവും ആവശ്യം പുറകിലത്തെ പല്ലുകളാണ്. പുറകിലത്തെ പല്ലുകൾക്ക് മാത്രമേ അത്രയും സർഫസ് ഏരിയ ഉള്ളൂ. ചവച്ചരച്ച് ഭക്ഷണത്തെ ചെറിയ കണികകളാക്കാനുള്ള സർഫസ് ഏരിയ പുറകിലത്തെ പല്ലുകൾക്ക് മാത്രമാണുള്ളത്. രണ്ടാമത്തേത് സപ്പോർട്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ പുറകിലത്തെ പല്ലുകൾ നമ്മുടെ വായിലെ തൂണുകളാണെന്ന് നമുക്ക് പറയാം. അതായത് മേലത്തെ താഴത്തെയും ജോസ് തമ്മിൽ കൊലാപ്സ് ചെയ്യാതെ അല്ലെങ്കിൽ തമ്മിൽ കൂട്ടിമുട്ടാതെ പിടിച്ചു നിർത്തുന്നത് ഈ പുറകിലത്തെ പല്ലുകളാണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വായിൽ അവശേഷിക്കുന്നത് മുന്നിലെ 6 പല്ലുകളാണ്. ഈ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വായ്ക്ക് നെസസറി ആയിട്ടുള്ള സപ്പോർട്ട് തരുന്നതിനോ കഴിവില്ല. അതുകൊണ്ട് പുറകിലത്തെ പല്ലുകൾ പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഡോക്ടർ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുറകിലത്തെ പല്ലുകൾ എന്തിനാണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പേഷ്യൻറ്റ് നമ്മൾ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. പുറകിലത്തെ പല്ലുകൾ പോയാൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കണ്ട് എന്തൊക്കെയാണ് അത് തിരിച്ചു വെക്കാനുള്ള ഓപ്ഷൻസ് എന്ന് ചോദിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.